ക്യാൻസർ ബാധിതയായ വീട്ടമ്മയും ഭർത്താവും ആശുപത്രിയിലായിരിക്കെ നിർധനരായ പട്ടികജാതി കുടുംബത്തിന്റെ കിടപ്പാടം കേരള ബാങ്ക് ജപ്തി ചെയ്തെന്ന് പരാതി. കൊടുങ്ങല്ലൂർ തോട്ടുപുറത്ത് വിപുലാക്ഷന്റെയും ഭാര്യ വിജയകുമാരിയുടെയും പേരിലുള്ള ഭവനമാണ് കേരള ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തത്. ചാലക്കുടി ചാത്തൻചാൽ പാടശേഖരം കൃഷിക്കൊരുങ്ങുന്നു. ഹെക്ടർ കണക്കിന് പാടശേഖരത്ത് പ്രതീക്ഷ കൈവിടാതെയാണ് ഇത്തവണയും കർഷകർ വിത്ത് വിതയ്ക്കുന്നത്. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. 3 നിലകളിലായി 22,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ക്യാൻസർ ബാധിതയായ വീട്ടമ്മയും ഭർത്താവും ആശുപത്രിയിലായിരിക്കെ നിർധനരായ പട്ടികജാതി കുടുംബത്തിന്റെ കിടപ്പാടം കേരള ബാങ്ക് ജപ്തി ചെയ്തെന്ന് പരാതി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ചന്തപ്പുരയ്ക്ക് സമീപം താമസിക്കുന്ന തോട്ടുപുറത്ത് വിപുലാക്ഷന്റെയും ഭാര്യ വിജയകുമാരിയുടെയും പേരിലുള്ള ഭവനമാണ് കേരള ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തത്. വിജയകുമാരിയും ഭർത്താവും ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു. ഒക്ടോബർ 29-നാണ് ജപ്തി നടന്നത്. പരിസരവാസികൾ കുടുംബത്തിന്റെ ദൈന്യത പറഞ്ഞെങ്കിലും ബാങ്ക് അധികൃതർ പിന്മാറിയില്ല. തട്ടിപ്പിൽ കുടുങ്ങി വലിയ കടക്കാരായി മാറിയ ഈ കുടുംബത്തോട് ബാങ്ക് ചെയ്തത് ചതിയാണെന്നും ഇതിനെതിരെ മുഴുവൻ ജനങ്ങളും സമരരംഗത്ത് ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ട് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം പ്രതിഷേധ സമരം നടത്തുകയും പൂട്ടുപൊളിച്ച് ഇരുവരെയും വീട്ടിൽ കയറ്റുകയും ചെയ്തു. സർഫാസി എന്ന കൊലയാളി നിയമം ഉപയോഗിച്ചാണ് വീട് ജപ്തി ചെയ്ത് കുടുംബത്തെ തെരുവിലേക്ക് തള്ളിവിട്ടതെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. പ്രതിഷേധ യോഗം ജില്ലാ ചെയർമാൻ PA കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൺവീനർ ശാലു എടമുട്ടം, പ്രസാദ് ചേർപ്പ്, സന്തോഷ് എന്നിവർ സംസാരിച്ചു. വീട് പണിയാൻ കേരള ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ആധാരം പണയപ്പെടുത്തി 5 ലക്ഷം രൂപയാണ് ഇവർ ലോൺ എടുത്തത്. പിന്നീട് മുൻ മാനേജർ 2 പ്രാവശ്യം ലോൺ പുതുക്കുകയായിരുന്നുവെന്ന് വിപുലാക്ഷൻ പറഞ്ഞു. തട്ടിപ്പ് കേസിൽ പ്രതിയായ ഇയാൾ പിന്നീട് മരിച്ചിരുന്നു. 33 ലക്ഷം തിരിച്ചടക്കണമെന്നാണ് ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി ചാത്തൻചാൽ പാടശേഖരം കൃഷിക്കൊരുങ്ങുന്നു. നിലമൊരുക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഹെക്ടർ കണക്കിന് പാടശേഖരത്ത് പ്രതീക്ഷ കൈവിടാതെയാണ് ഇത്തവണയും കർഷകർ വിത്ത് വിതയ്ക്കുന്നത്. കാടുകുറ്റി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമാണിത്. കാടുകുറ്റി പഞ്ചായത്തിന് പുറമെ കൊരട്ടി പഞ്ചായത്തും പാടശേഖരത്തിന്റെ അതിർ പങ്കിടുന്നുണ്ട്. 2 പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കൃഷിയിറക്കൽ. നല്ലൊരു മഴ പെയ്താൽ പാടശേഖരം വെള്ളത്തിൽ മുങ്ങുമെന്നതാണ് കർഷകർ നേരിടുന്ന വെല്ലുവിളി. കാലം തെറ്റി പെയ്യുന്ന മഴയെ തുടർന്ന് വർഷത്തിൽ പലവട്ടം പാടശേഖരങ്ങളിൽ വെള്ളം നിറയുന്ന പതിവുണ്ട്. ഇതേ തുടർന്ന് വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാവുന്നത്. ഇതിന് പരിഹാരമായുള്ള 7.25 കോടി രൂപയുടെ ചാത്തൻചാൽ കാർഷിക പദ്ധതിയുടെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. പാടശേഖരങ്ങളിൽ വലിയ തോടുകൾ നിർമ്മിച്ച് മഴവെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതാണ് പദ്ധതി. വേനലിൽ പാടശേഖരത്തേക്ക് പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാനും പദ്ധതിയുടെ ഭാഗമായി സാധിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറുന്ന പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. മീഡിയ ടൈം, ചാലക്കുടി. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. 3 നിലകളിലായി 22,000 ചതുരശ്ര അടിയിലാണ് പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സർക്കാർ മാത്രമല്ല, എയ്ഡഡ് വിദ്യാലയങ്ങൾ കൂടി ചേരുന്നതാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല. നല്ല രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 9 വർഷത്തോളം പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേകമായ മിഷൻ തന്നെ പ്രവർത്തിക്കുകയുണ്ടായി. ഈ ഗവൺമെന്റ് അതിന്റെ തുടർച്ചയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവാരം നന്നായി ഉയർന്നു. ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഇന്ത്യയിൽ 2ാമത്തെ റാങ്കിലേക്ക് ഒരു 0.2 വ്യത്യാസമാണ് പഞ്ചാബ് 1ാം സ്ഥാനത്തെത്തിയപ്പോൾ നമ്മളും അവരും തമ്മിലുള്ളത്. നേരത്തെ എണ്ണത്തിൽ നമുക്ക് കുറച്ച് മികവുണ്ടെങ്കിലും ഗുണത്തിൽ കുറച്ച് കുറവുകളുണ്ടായി. അതിപ്പോൾ നമുക്ക് പരിഹരിക്കാനായി കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾ പുതിയ സാങ്കേതിക വിദ്യയെല്ലാം സ്കൂളിലെ പഠിക്കുന്നു. AI-യും റോബോട്ടിക്സും UP പഠന സംവിധാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. നല്ല മികവാർന്ന രീതിയിൽ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്.
ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബെന്നി ബഹനാൻ MP, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷറഫ്, വാർഡ് മെമ്പർ യദുകൃഷ്ണ, സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറയമാൻ, ഫാദർ വർഗീസ് ചക്കാലക്കൽ, ഫാദർ ജോളി വടക്കൻ, വിൽസൺ ഈരത്തറ, സിജോ ഇരുമ്പൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ MT മോളി, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക KP റീന എന്നിവർ സംസാരിച്ചു. സാഹിത്യ കേരളം മുഖവര എന്ന പേരിൽ കലാകാരന്മാരുടെ കൂട്ടായ്മയായ എക്സോട്ടിക് ഡ്രീംസ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ കെബീസ് ദർബാർ കൺവെൻഷൻ സെന്ററിൽ സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചരുവിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കലാകാരന്മാർ കേരളത്തിലെ മൺമറഞ്ഞുപോയ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങൾ വരച്ചു. റിയലിസ്റ്റിക് ചിത്രങ്ങളിൽ നിന്ന് മാറി വേറിട്ട ശൈലി സ്വീകരിച്ചുകൊണ്ട് കഥാകാരന്മാരുടെ, കവികളുടെ കവിതകളിലും കഥകളിലും ഒക്കെയുള്ള കഥാപാത്രങ്ങളും സംഭവങ്ങളും നിറഞ്ഞ ചിത്രങ്ങൾ കാഴ്ചക്കാരിൽ കൗതുകം ഉണർത്തി. സ്ഥിരം പോർട്ട്ലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കലാകാരന്മാരുടെ സൗഹൃദ ഏകീകരണമാണ് ചിത്രപ്രദർശനത്തിന്റെ പ്രത്യേകത. ഡിജിറ്റൽ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കലാകാരന്മാർ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ് നടന്നു. ആർട്ട് ഓഫ് എയുടെ MD-ആയ ഷിജു സദൻ, പ്രഗത്ഭനായ കരിക്കേച്ചറിസ്റ്റ് രതീഷ് രവി എന്നിവർ കലാകാരന്മാരുമായി സംവദിച്ചു. സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങളുടെ പ്രദർശനം ദർബാറിന്റെ പുഴയോരത്തുള്ള മിനി ഹാളിൽ തുടരുമെന്ന് ദർബാർ കൺവെൻഷൻ സെന്റർ ഉടമ നസീർ ബാബു പറഞ്ഞു. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പുഴയോരത്ത് കൊടുങ്ങല്ലൂർ തോടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കൊടുങ്ങല്ലൂരിൻ്റേതായിട്ടുള്ള ഒരു സാഹിത്യ കലാപാരമ്പര്യം, ചിത്രകാരന്മാരും ഒക്കെ തന്നെ ധാരാളം പേരുണ്ടായിരുന്നു. കവികളുടെയൊക്കെ ഒരു സ്ഥലമാണ്. എന്തായാലും നിങ്ങളുടെ ചിത്രകാരന്മാരുടെ ഒരു ശ്രദ്ധ ഞങ്ങളൊക്കെ വ്യാപരിക്കുന്ന സാഹിത്യ മേഖലയിലേക്ക് കടന്നു വന്നതിൽ വലിയ സന്തോഷമുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടത്തുന്ന പുസ്തകമേളകളിൽ ചിത്രങ്ങൾ പ്രദർശനത്തിന് കൊണ്ടുപോകുമെന്ന് എക്സോട്ടിക് ഡ്രീംസ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം വഹിച്ച ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. ചടങ്ങിൽ നസീർ ബാബു, ഗഫൂർ, നന്ദകുമാർ മുച്ചിരി, ബാലഗോപാൽ, ഷിജു സദൻ, രതീഷ് രവി, വിമൽ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള കോൾക്കുന്നിൽ തേനീച്ചയുടെ ആക്രമണം. 5ഓളം പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. ഇന്ന് രാവിലെ കോൾക്കുന്നിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനിടെയാണ് സംഭവം. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു കൂട്ടം തേനീച്ചകൾ പറന്നെത്തുകയായിരുന്നുവെന്ന് തൊഴിലാളികൾ പറയുന്നു. 12ഓളം തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. 5 പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. മറ്റുള്ളവർ ഓടിമാറിയതിനാൽ കൂടുതൽ തേനീച്ച ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ ഉടൻ തന്നെ കുഴിക്കാട്ടുശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. തേനീച്ചയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ വൈകിട്ടോടെയാണ് ആശുപത്രി വിട്ടത്. ചരിത്രപ്രസിദ്ധമായ മാള സിനഗോഗ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന സംഭവത്തിൽ അഴിമതിയും ഗുരുതരമായ അനാസ്ഥയും പുനർനിർമ്മാണത്തിനായുള്ള കാലതാമസവും ആരോപിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി. മാളയിലെ പൊതുപ്രവർത്തകനാണ് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. ഏകദേശം 50 ലക്ഷം രൂപ ചെലവഴിച്ച് 1 വർഷം മുൻപ് മാത്രം അറ്റകുറ്റപ്പണി നടത്തിയ സിനഗോഗിന്റെ മേൽക്കൂര 2025 ജൂൺ 12-നാണ് പൂർണ്ണമായും തകർന്നു വീണത്. പുനർനിർമ്മാണത്തിന് ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്നും ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും ഷാൻഡി ജോസഫ് തട്ടകത്തിന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മേൽക്കൂര തകർച്ചയുടെ അപകടാവസ്ഥയെക്കുറിച്ച് 2025 മെയ് 17-ന് മാള പഞ്ചായത്ത് സെക്രട്ടറിയെ നേരിൽ അറിയിച്ചിരുന്നു. തുടർന്ന് മെയ് 31-ന് കെ-സ്മാർട്ട് പോർട്ടൽ വഴി ഗ്രാമപഞ്ചായത്തിനെയും കൂടാതെ സംസ്ഥാന സർക്കാരിനും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകി. ജൂൺ 4-ന് തൃശൂർ ജില്ലാ കളക്ടർ അടിയന്തര നടപടിക്ക് ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിട്ടും ഗ്രാമപഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് പരാതിയിൽ പ്രധാനമായി ആരോപിക്കുന്നു. കളക്ടർക്കും സർക്കാരിനും നൽകിയ പരാതികളിൽ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് നീതിക്കായി വിജിലൻസിനെ സമീപിച്ചത്. BJP അഷ്ടമിച്ചിറ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഷ്ടമിച്ചിറ കോൾക്കുന്നിൽ നടപ്പാക്കുന്ന സൗജന്യ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നവംബർ 4-ന് നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് 30-ാം തീയതി കളക്ടറേറ്റില് കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൽ ഒപ്പിട്ട് അത് ഓർഡറായി. 1-2 ദിവസത്തിനുള്ളിൽ അത് ബ്ലോക്ക് ഓഫീസറുടെ കൈവശം ശ്യാംഷാറിന്റെ അടുത്ത് എത്തും. എത്രയും പെട്ടെന്ന് ആ പദ്ധതി മോളക്കുന്ന് നിവാസികൾക്ക് മാള ഗ്രാമപഞ്ചായത്തിലെ
5-ാം വാർഡ് നിവാസികൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കാനുള്ള എല്ലാ നടപടികളും ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാള ഗ്രാമപഞ്ചായത്തില് 3-ാം വാർഡിൽ 25 കൊല്ലമായി ഒരു SC വിഭാഗങ്ങൾക്ക് കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതി, അത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഒരു ടാങ്ക് പണിതിടുകയല്ലാതെ, കോടികൾ ചെലവാക്കി ഒരു ടാങ്ക് പണിതിടുകയല്ലാതെ 25 വർഷമായിട്ടും ഇപ്പോഴും മാള പഞ്ചായത്തിന്റെ ആർത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. എന്തിനേലും സമയക്കുറവുണ്ട്. രാവിലെ 10 മണിക്ക് കോൾക്കുന്ന് ജംഗ്ഷനിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ നിർവഹിക്കും. അഡ്വക്കേറ്റ് NP സുധീർ, വിപിൻ പാറേക്കാട്ടിൽ, KS അനൂപ്, ജോയ് മാതിരപ്പള്ളി, CS അനുമോദ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പരിമിതമായ സാഹചര്യങ്ങൾ കഠിനപ്രയത്നത്താൽ മറികടന്ന് സംസ്ഥാന കായികമേളയിൽ ചാമ്പ്യന്മാരായി. ദേശീയ മീറ്റുകളിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ ഒരുങ്ങുന്ന നാടിന്റെ കായിക പ്രതിഭകൾക്ക് സോയൂസ് സ്റ്റാർ പൂപ്പത്തിയിൽ ആദരവ് നൽകി. ആരവം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഹൈജമ്പിൽ സ്വർണവും 200 മീറ്ററിൽ വെള്ളി മെഡലും നേടിയ സോണിയ ജോസഫ്, ടെന്നീസിൽ സ്വർണ്ണ മെഡൽ നേടിയ വൈഗ ശിവകുമാർ, ദേശീയ ഹാൻഡ്ബോൾ ടീം സെലക്ഷൻ നേടിയ സായ് ശിവന്യ, ബാഡ്മിന്റണിൽ വെള്ളി മെഡൽ നേടിയ അലോന അനക്സ്, സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ നേടിയ ജൂഡ് ആന്റണി എന്നിവരെ പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. ജനപ്രതിനിധികൾ, കായിക താരങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനം പൊന്മാനിക്കുടത്തിനടുത്ത് കനോലി കനാലിൽ കണ്ട പുരുഷന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഇരിങ്ങാലക്കുട സ്വദേശി കൈമാപ്പറമ്പിൽ അജയനാണ് മരിച്ചത്. പൊന്മാനിക്കുടം മുനയം കടവിന് തെക്ക് ഇന്ന് രാവിലെ 8 മണിയോടെ പുഴയിൽ മീൻ പിടിക്കുന്നവരാണ് മൃതദേഹം കണ്ടത്. കയ്പമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം നവംബർ 4-ന് മാളയിൽ നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ അസോസിയേഷൻ്റെ 38ാം സംസ്ഥാന സമ്മേളനം വരുന്ന ഡിസംബർ 18-ാം തീയതി കാസർഗോഡ് കാഞ്ഞങ്ങാട് നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ജില്ലാ വാർഷികം നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഈ പ്രാവശ്യം നടത്തുന്നത് മാളയിൽ മാളിയക്കൽ ഗാർഡൻസിൽ വെച്ച് ആർഭാടം, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ, കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ആർഭാടമായി തന്നെയാണ് നടത്തുന്നത്. രാവിലെ 9:30 തൃശൂർ ജില്ലാ പ്രസിഡന്റ് KM നിരു പതാക ഉയർത്തും. 10:30 മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടക്കും. KM നിരൂപ്, PR പ്രസാദ്, TB മനോജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മാള ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ കിസാൻ മേള സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അത്തരം മേഖലകളിൽ നിന്ന് വിടുതൽ ചെയ്യുന്നൊരു തലമുറ കൂടി നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇന്ത്യ രാജ്യം ഒരു 80% കാർഷിക മേഖലയാണ്. സ്വതന്ത്ര കാലഘട്ടത്തിലെ ഇന്ത്യ കാർഷിക രാജ്യമാണ് എന്നാണ് അറിയപ്പെട്ടത്. ഇതെല്ലാം മാറ്റപ്പെട്ടില്ല. ഇന്ന് കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്നവരുടെ എണ്ണവും കുറവായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ന് 40% കൃഷിയിടങ്ങൾ മാത്രമായിട്ട് മാറ്റപ്പെടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ രാജ്യവും കേരളവുമല്ല വളരെയേറെ ദുരിതത്തിലേക്ക് കിടക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് അതിനെ കാണേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം, കാർഷിക മേഖല എന്ന് പറയുന്നത് കർഷകരുടെ മാത്രം ഒന്നായിട്ട് കാണേണ്ട ഒന്നല്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി അധ്യക്ഷത വഹിച്ചു. മാള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ GB അജിത്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷിജി യാക്കൂബ്, ജോസ്മാനൂരാൻ, ബിന്ദു ഷാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജുലൈല സഗീർ, സിൽവി സേവർ എന്നിവർ സംസാരിച്ചു. അന്നമനട പഞ്ചായത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ടിൽ നിന്ന് 22 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന കലിക്കുന്നത്ത് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. TK സതീശൻ, മഞ്ജു സതീശൻ, KK രവി നമ്പൂതിരി, KA ബൈജു, ഷിജ നസീർ, ജോബി ശിവൻ, മോളി വർഗീസ്, MU കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് പറയൻകുന്ന് ഗ്രാമിക അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കഴിഞ്ഞ വർഷം പഠനം പൂർത്തിയായ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിമൽ കുമാർ അധ്യക്ഷത വഹിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ അശ്വതി മഹേഷ്, അങ്കണവാടി ജീവനക്കാരായ അനീഷ് ദിലീപ്, അംബിക സുബ്രൻ എന്നിവർ സംസാരിച്ചു. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനം ആരംഭിച്ചു. കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷത്തോടും ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടും അനുബന്ധിച്ചാണ് ആഗോള കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ അമൂല്യമായ 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും ചെട്ടിക്കാട് അന്റോണിയൻ പിൽഗ്രീം സെന്റർ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് മുതൽ സഭ അടുത്തിടെ വിശുദ്ധനാക്കിയ പുതുതലമുറയിലെ വിശുദ്ധ കാർലോ അക്യൂട്ട്സിന്റെ തിരുശേഷിപ്പ് വരെ പൊതുദർശനത്തിനായി വച്ചിട്ടുണ്ട്. രാവിലെ ദിവ്യബലിക്കും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും ശേഷം ദേവാലയത്തിൽ നിന്നും പ്രദക്ഷിണമായാണ് തിരുശേഷിപ്പുകൾ കൊണ്ടുവന്നത്. നവംബർ 4 ചൊവ്വാഴ്ച വരെ രാവിലെ 7:30 മുതൽ രാത്രി 8 മണി വരെ വിശ്വാസികൾക്ക് തിരുശേഷിപ്പുകൾ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ടായിരിക്കുമെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൻസ് ആന്റണി പല്ലിശ്ശേരി എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്യാൻസർ ബാധിതയായ വീട്ടമ്മയും ഭർത്താവും ആശുപത്രിയിലായിരിക്കെ നിർധനരായ പട്ടികജാതി കുടുംബത്തിന്റെ കിടപ്പാടം കേരള ബാങ്ക് ജപ്തി ചെയ്തെന്ന് പരാതി. കൊടുങ്ങല്ലൂർ തോട്ടുപുറത്ത് വിപുലാക്ഷന്റെയും ഭാര്യ വിജയകുമാരിയുടെയും പേരിലുള്ള ഭവനമാണ് കേരള ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തത്. ചാലക്കുടി ചാത്തഞ്ചാൽ പാടശേഖരം കൃഷിക്കൊരുങ്ങുന്നു. ഹെക്ടർ കണക്കിന് പാടശേഖരത്ത് പ്രതീക്ഷ കൈവിടാതെയാണ് ഇത്തവണയും കർഷകർ വിത്ത് വിതയ്ക്കുന്നത്. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. 3 നിലകളിലായി 22,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.